ഇഡിയുടെ അന്വേഷണത്തിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് കസ്റ്റംസിന്റെ അന്വേഷണം എവിടെ എത്തി എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. കേരളത്തിലെ ചില സെലിബ്രിറ്റികളുടെ വീട്ടുകളിലേക്ക് കസ്റ്റംസ് വരികയും റെയ്ഡ് നടത്തുകയും അതിനുശേഷം വാഹനങ്ങൾ പിടിച്ചിടുകയും ആ വാഹനങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതെന്തോ വലിയ, അതായത് 150ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് വന്നു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതിന്റെ അന്വേഷണം എവിടെ എത്തി, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നോ അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയാണ് ദേശീയ അന്വേഷണ ഏജൻസികളെയും അല്ലെങ്കിൽ രാജ്യാന്തര അതിർത്തി കടത്തി ഈ വാഹനം എത്തിച്ചതെന്നും അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പരിവാഹൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആപ്ലിക്കേഷനുകളിലൊക്കെ തന്നെ കൃത്രിമം നടത്തിയതെന്നും ഒരു തരത്തിലുള്ള അന്വേഷണവും അല്ലെങ്കിൽ ഒരു അന്വേഷണ പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു ഇഡിയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട്. ഇവിടെ കേരളത്തിൽ മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് പറയുന്നത്. കാരണം കേരളത്തിലേക്ക് ഈ വാഹനങ്ങൾ എത്തണമെങ്കിൽ കൃത്യമായിട്ട് 10ഓ 15ഓ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച് മാത്രമാണ് ഈ വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ വാഹനപ്രേമികളായിട്ടുള്ള സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അവര് പരിവാഹൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആപ്ലിക്കേഷൻ നോക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ ഓണർഷിപ്പ് ഇന്ത്യയിലാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വാഹനം മേടിച്ചവരാണ് ഏറിയ പങ്കുള്ള ആളുകളുമുള്ളെന്ന് പറയുന്നത്. വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മേടിക്കരുതെന്നോ അല്ലെങ്കിൽ യൂസ്ഡ് കാർ മേടിക്കരുതെന്നോ നമ്മുടെ രാജ്യത്ത് നിയമമില്ല. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജനങ്ങൾക്ക് അവൈലബിൾ ആയ പരിശോധന പ്രക്രിയയായിട്ടുള്ള പരിവാഹനിലൂടെ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തത്തിലൂടെ അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് കേവലം പ്രഹസനം മാത്രമാണ്. ഇത് യാതൊരു കാരണവശാൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയും ഈ അന്വേഷണം കേവലം ഇത് മുന്നോട്ട് പോകുമെന്ന് കരുതാൻ സാധിക്കുകയുമില്ല. തന്നെയാണ് ഈ അന്വേഷണത്തിലെ ഈ മെല്ലപ്പോക്ക്, അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇനിയും ഇതുപോലെ തന്നെയും വാഹനം അവിടെ നിന്ന് എത്തിക്കാനുള്ള ആളുകൾക്കിടെ, കാരണം ഈ കേസ് എവിടെ എത്തി നിന്നിട്ടില്ല. അതൊക്കെ ഇവിടെ അത് തന്നെയാ തീർച്ചയായിട്ടും. അതായത് നമ്മൾ അന്വേഷണത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നും കോയമ്പത്തൂർ വഴിയാണ് കേരളത്തിൽ എത്തിയതെന്നും ഒക്കെ തന്നെ അന്നത്തെ കസ്റ്റംസ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ റെയ്ഡ് നടത്തിയെന്നോ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ പിടികൂടിയെന്നോ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇടപാടുകളെ കുറിച്ച് അന്വേഷിച്ചെന്നോ പിന്നീട് ഒരു വാർത്തയോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് കേവലം ഇത് സോഴ്സിൽ, അതായത് എങ്ങനെയാണ് ഇവിടെ എത്തിയതിന്റെ സോഴ്സിനെ കണ്ടുപിടിക്കുവാനോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല. ഇത് കേവലം കുറെ സെലിബ്രിറ്റികളുടെ പുറകിൽ അന്വേഷണം നടത്തുമ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും തന്നെ ഇതിൽ പ്രസക്തി ഉണ്ട് എന്ന് കരുതുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.